എന്നീ സ്ഥലങ്ങളിൽ അടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു. ഒരു എന്തിനു വേണ്ടിയാണ്? കഴുതക്കുട്ടിനെ കൊണ്ടുവരാൻ. കണ്ടോ, ഒറ്റയ്ക്ക് ഒരാളെ പറഞ്ഞു വിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഇവാഞ്ചലിസേഷൻ രണ്ടുപേരും പോകണമെന്ന്. ഒറ്റയ്ക്ക് വന്നാൽ അവൻ കപടനായി മാറും. ഇതൊരു സത്യമാണിത്. ഞാൻ തന്നെ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ നിങ്ങളെന്നെ സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും വിശ്വസിക്കട്ടെ, അങ്ങനെയെങ്കിലും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒറ്റ വന്നു കഴിഞ്ഞാൽ എല്ലാം വ്യാജപ്രഭാഷകന്മാർ തവളകളുടെ കളിയായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് വരല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് വരണെല്ലാം പാപം ചെയ്യാനാണ്. തുറന്നു പറയുകയാണെങ്കിൽ അവർ വരുന്നത് തന്നെ 2-10 സ്റ്റണ്ടില്, ആ 10 തൊട്ട് 16 വനത്തില്. ബുദ്ധിയിലാണെങ്കിൽ അതിനെന്താണ്? ഞങ്ങൾക്ക് കഴിവില്ലേ, ഞങ്ങൾക്കും പരിശുദ്ധാരിയില്ലേ? കണ്ടോ, ഇതെല്ലാം ബുദ്ധിയിലാണുള്ള ചിന്ത. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ഗലാത്യ 5:22 9 ആത്മീയ ഫലങ്ങൾ നിങ്ങളിലുണ്ടാവും. അത് ഉറക്കും. ആ ഉറപ്പ് അതുകൊണ്ടാണ് നിങ്ങൾ ആരിൽ നിന്നാണ് 2 തിമോത്തി 3:14 പഠിച്ചെന്ന് ഓർത്ത് അവിടെ നിങ്ങൾ സ്ഥിരമായി നിൽക്കാൻ എന്ത് പഠിച്ചു? വിശുദ്ധിയും എളിമയും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചെടുക്കേണ്ടതാണ്. കണ്ടോ, അപ്പൊ ജ്ഞാനിയാക്കുന്ന എന്താണ് നിങ്ങളെ? അല്ലെങ്കിൽ അങ്ങനെ ജ്ഞാനം കിട്ടും. കണ്ടോ, അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതങ്ങളാണ് ജ്ഞാനം തരുന്നത്. കണ്ടോ, എല്ലാം ജ്ഞാനം തരുന്ന ജ്ഞാനത്തിന്റെ തുടക്കം തന്നെ ദൈവഭക്തിയാണ്. ജോബ് 28:28, സങ്കീർത്തനം 110 111 10. അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. തിന്മയിൽ നിന്ന് അകന്നു പോകുമ്പോ ജ്ഞാനം വരുമ്പോ കണ്ടോ, തിന്മയിൽ നിന്ന് അകന്നു പോകും. പ്രഭാഷകൻ 1:1 ആ 14 സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. 18 20 27 ഇനി വായിച്ചോ. സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. സകല ജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. അത് എന്നേക്കും അവിടുത്തോട് കൂടെയാണ്. ഇനി 14 വാക്യത്തില് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഗുരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. ഇനി 18 വാക്യത്തിൽ എന്താ പറയുന്നത്? കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാകുന്നു. ഇനി 20 വാക്യത്തില് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ് വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകൾ. ആ 27 വാക്യത്തില് കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. അപ്പൊ ജ്ഞാനമാണ്, എല്ലാം വരുന്ന ജ്ഞാനമാണ്. ദൈവീയ ജ്ഞാനം വരുമ്പോഴാണ്. അതാണ് യാക്കോബ് 1:5 പറയുന്നത്. ജ്ഞാനമില്ലാത്തവൻ ദൈവത്തോട് ചോദിക്കട്ടെ. നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. എല്ലാവർക്കും ദൈവം ഉദാരമായിട്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം കൊടുക്കും. യോഹന്നാൻ 3:34 ആത്മാവിനെ അളന്നല്ല കൊടുക്കുന്നത്. കണ്ടോ, ഒരു കണ്ടീഷനുമില്ല, റേഷനിങ്ങും ഇല്ല. കണ്ടോ, അതാണ് മത്തായി 7 തൊട്ട് 12 വചനത്തിലും ലൂക്കാ 11 5 തൊട്ട് 13 വചനത്തിലും രണ്ടും വായിച്ചു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾ എവിടെയാ പോയി മുട്ടിയിട്ടുള്ളത്? ഈശ്വരനെ കിട്ടാൻ മുട്ടിയിട്ടുണ്ടോ? ഇട്ടിച്ച് കയറിയിട്ടുണ്ടോ? മടിഞ്ഞു കിടക്കുകയാണ്. എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കണ്ടോ, വിളിച്ചാല ഇന്ന് ക്ലബ്ബ് മീറ്റിംഗ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ മറ്റതുണ്ടെന്ന് പറയില്ലേ. അതെല്ലാം ഒന്ന് മാറ്റിവിട്ടു നോക്ക്. ഇന്നലെ ഒരാരോ എന്നോട് പറഞ്ഞു വിളിച്ചിട്ട്, ഞാൻ എന്തെല്ലാം കത്തിച്ച് കളയാണ്. കണ്ടോ, കത്തിച്ച് കളയാന്ന് പറഞ്ഞല്ല, രമണനെ ഒക്കെ കത്തിച്ച് കളയാന്ന് പറഞ്ഞു. അപ്പോഴേ വിശ്വാസം വർദ്ധിക്കുള്ളൂ. കണ്ടോ, ഇതിനൊക്കെ വെച്ചുകൊണ്ടിരുന്നാല. അതാണ് ആക്ട് 19 18 തൊട്ട് 22 വനം വായത്. 50,000 വെള്ളിപ്പണമാണ് അവർ കൊണ്ട് കത്തിച്ച് കളഞ്ഞത്. കണ്ടോ, ഇവിടെ ഉണ്ടെങ്കിൽ അതപ്പം ഇട്ട് മറിക്കാൻ തോന്നും അല്ലേ. കണ്ടോ, അവരൊക്കെ അങ്ങനെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ നടപടികൾ ഏറ്റുപറഞ്ഞു കുറ്റം സംഭവിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥചുരുക്കങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയും അഗ്നിക്കിരയാക്കി.
അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. കണ്ടോ? 50,000 വെള്ളി നാണയങ്ങൾ അതങ്ങോട്ട് കത്തിച്ചു കളഞ്ഞവര്. കണ്ട? അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും. അപ്പോഴാണ് ശക്തി വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ശക്തി അവിടെ കിടക്കും. ഒരാൾ ഒരിക്കൽ ഞാൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഭ്രാന്തനാണ്. കർത്താവിന് വേണ്ടി ഭ്രാന്തനായി മാറിയാണ് നമ്മൾ. കണ്ടോ? ഇന്നാളെ ഞാൻ അയാളെ വീട് നോക്കിയപ്പോൾ വീട് കാണുന്നില്ല. വീട് ചോദിച്ചാൽ വീടും ഇല്ല. അയാൾ ആളെന്ന് ചോദിച്ചു, ആളിതേ കൽപ്പി കിടന്ന് മരിച്ചു പോയിരുന്നു. ഉണ്ടോ? അതാണ് സങ്കീർത്തനം 37, 35 37 വനം. അത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാരൂപിക്കെതിരായി പറഞ്ഞാൽ ദൈവം സമ്മതിക്കില്ല. ദൈവം കൊണ്ടേ അവനെ കൊണ്ട് ഉന്നതി കൊണ്ടിട്ട് തകർക്കോടാ. ദൈവത്തിന്റെ പദ്ധതി അതാണ്. അതാണ് മർക്കോസ് 3:28-30 വനം. ഉണ്ടോ? അതൊക്കെ നമ്മൾ അറിയണം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5:1-11 വനത്തില് സഫീറായും അനന്യാസും വെറുതെ നുണ പറഞ്ഞേ ഉള്ളൂ പരിശുദ്ധാരൂപിക്കെതിരായി. വസ്തു വിറ്റ് കിട്ടിയത് കുറച്ച് പറഞ്ഞ വില പത്രോസ് ചോദിച്ചു, എന്ത് കിട്ടിയെന്ന്. പത്രോസിന് പണം വേണോ? പത്രോസ് സഹായിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പൊ വില കുറച്ച് പറയും. നമ്മളൊക്കെ ഇടക്ക് കാണിക്കുമല്ല, ഇല്ലേ? സ്ത്രീധനം കൂട്ടിയും പറയും, അല്ലേ? അങ്ങനെ ഉണ്ടല്ലോ, അല്ലേ? മറ്റൊക്കെ നുണ പറയും. നുണ പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാരൂപിക്കെതിരെ അവർ സമ്മതിക്കില്ല. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇതെല്ലാം നമ്മളെ ഈശോ പഠിപ്പിച്ചു തരും, സകലതും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, യോഹന്നാൻ 6:45 നിങ്ങൾ വചനത്തിൽ വന്ന് വിശ്വസിച്ചങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഈശോ പറഞ്ഞല്ലേ, എൻ്റെ അമ്മയും എൻ്റെ സഹോദരികളും ആരാണ്? എൻ്റെ വചനം ശ്രവിക്കുന്നവരും പാലിക്കുന്നവരാണ്. ലൂക്ക 8:21 എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരികളും സഹോദരന്മാരും. മത്തായി 12:50 മാർക്കോസ് 3:35. അപ്പൊ ആ അവസ്ഥയിലോട്ട് ദൈവം മാറ്റും. എല്ലാം ഈശോ പഠിപ്പിച്ചു തരും. എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, തക്ക സമയത്ത്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവം അപ്പ പ്രവർത്തിക്കും. എന്ത് പറയണമെന്ന് പറയും. ചിലപ്പോൾ ഒരു പേര് ഉച്ചരിച്ചാൽ മതി, അവന് മാനസാന്തരം കിട്ടും. അധികമൊന്നും വേണ്ട, ഒറ്റ കൊടുത്താൽ മതി. എവിടെ? അത് കൃപയാണ്. അത് എങ്ങനെ കൃപ? നമ്മളല്ല പ്രവർത്തിക്കുന്ന, കൃപയാണ്. ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ആർക്കും. അതാണ് ആമോസ് 3:7 വായിക്കാൻ. ദൈവം പിന്നെ ആരെയാ? പട്ടിനെയാണ് എടുക്കുന്നത്. മാർക്കറ്റിൽ കിടക്കുന്ന കൊടിച്ചു പട്ടികളെയൊക്കെ എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ മക്കളാണ്. കൽപ്പനകൾ പാലിക്കുമ്പം റോമ 8:14-17 വനം നമ്മളെടുത്താണ് ദൈവം ഉപയോഗിക്കുന്നത്. ഒന്നും ചെയ്യല ദൈവം. അത്ര സ്നേഹമാണ്. കണ്ടോ? ദൈവം നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. കണ്ടോ? ആ സ്നേഹത്തിന്റെ വർണ്ണിക്കാൻ പറ്റുമോ? ഇത് കവിതയാണോ? കുമാരനാശന്റെ കവിത വല്ലതാണോ? ഇത് ദൈവസ്നേഹമാണ്. ആരിയ്ക്കുന്നു? അവനോട് വല്ലതും പറയാൻ പറ്റുമോ? യെശയ്യാ 54:10 എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവസ്നേഹം വരാത്ത എന്തുകൊണ്ടാണ്? കൽപ്പനകൾ പാലിക്കാത്തതുകൊണ്ടാണ്. 1 യോഹന്നാൻ 5:1-4 വനം വായിര്, 2 വായിര്. യെശയ്യാ 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരികയില്ല. ഈ സ്നേഹമാണ് ജെറമ്യാ പ്രവാചകൻ പറയുന്നത് 31:3. ദൈവസ്നേഹം അനന്തമാണെന്ന്. അളക്കാൻ പറ്റുമോ? ടേപ്പ് വെച്ച് അളക്കാമോ? പിന്നെ വല്ലതും സാധിക്കുമോ? കേട്ടോ? വിദൂരത്തിൽ നിന്ന് കർത്താവ് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കണ്ടോ? അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 49:15-16. ഈ സ്നേഹം, ദൈവസ്നേഹത്തെ പറ്റി. അമ്മ മറക്കും മല ഓടിക്കുന്ന കുഞ്ഞിനെയൊക്കെ, കാശ് കിട്ടിയാല്. കണ്ടോ? പെറ്റമ്മ കരുണ കാണിക്കല്ലേ ചിലപ്പോ. കാരണം അല്ലെ, നോക്കിക്കോ, അമ്മക്ക് വ്യത്യാസമില്ലേ മക്കള്? ഉണ്ട്. കണ്ടോ? പണക്കാരത്തി മോനാണ് മോളാണെങ്കിലോ, വലിയ കുടുംബത്തില് പോക്കൊക്കെ കണ്ടിട്ടില്ല അമ്മയുടെ. അതേ സമയത്ത് മോക്കൊന്നുമില്ലാതെ വന്നാല് അങ്ങോട്ട് കടക്കലമ്മ മാറിക്കളെ. കണ്ടോ? ആ മോളെപ്പറ്റി അമ്മ പറയല.
ബാക്കിയുള്ള മക്കളെ പൊക്കി കാണിക്കും. അപ്പൻ എവിടെ തിന്നാനും കുടിക്കാനും കിടക്കുന്നത്? കണ്ടോ?